നാട്ടിൻ്റെ ഉത്സവമാണ്. ഇവിടെ ജാതി മതമൊന്നുമില്ല. ഈ അമ്പലത്തിൽ എല്ലാവരും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാം ഒരു ജാതി ഒരു മതം, ഇത്രയേ ഉള്ളൂ. ഏറ്റവും വലിയ ഉത്സവമാണ്. ഭയങ്കര ആർച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ. ജാതി മതം ഒന്നുമില്ല, എല്ലാവരും കണക്ക് തന്നെ. പാലക്കാവിലെ ഉത്സവത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ മുർത്തവയാണ്. മുർത്തവ ഉത്സവത്തിൻ്റെ 1-ാം ദിവസം മുതൽ സമാപന ദിവസം വരെ മുർത്തവ കടകളിൽ ഭയങ്കരമായ തിരക്കാണ്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം മുർത്തവ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ചടങ്ങും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു പ്രത്യേകതരം രീതിയിലുള്ള മുർത്തവയാണ്. നല്ല ടേസ്റ്റാണ്. ഇടവ പാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക തിരുനാൾ മഹോത്സവം. ഈ ഉത്സവത്തിന്റെ ഭാഗമായി തന്നെ ഈ പ്രദേശത്ത് വന്നാൽ ഒറ്റ പേരാണ് പ്രധാനം കേൾക്കുക, മുർത്തവ. എന്താണ് മുർത്തവ വിഷയം എന്നറിയണ്ടേ? മുർത്തവ ആരാന്നറിയണ്ടേ? മുർത്തവ ആള് പൊളിയാണ്. അതായത് ചുരുക്കി പറഞ്ഞു കേട്ടോ, ഈ മുർത്തവ എന്ന് പറയുന്നത് ഒരു സിംഗപ്പൂർ ഡിഷാണ്. അതായത് പണ്ട് കാലത്ത് പത്തേമാരിയിൽ മലേഷ്യയിലും സിംഗപ്പൂരിലേക്കും പോയ കുറേ പേര് ഇടവക്കാരായിരുന്നു. അവർ കൊണ്ടുവന്ന ഒരു ഭക്ഷണമാണ്. ആ ഭക്ഷണം ഈ പ്രദേശത്ത് ആകെ 10 ദിവസമേ കിട്ടുള്ളൂ. അതായത് ഈ ഉത്സവത്തിൻ്റെ 10 ദിവസങ്ങളിൽ മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം വരെ കാത്തിരിക്കണം. അപ്പം കാണാം, വാ. സാധാരണ പൊറോട്ട അടിക്കുന്നത് പോലെ മാവ് വീശിയടിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് സവാളയും ബീട്രൂട്ടും കാബേജും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് അത് മടക്കിയെടുക്കുന്നു. കൂടെ ചിക്കൻ അത് എല്ലാ ചിക്കൻ പീസും വെക്കും. അത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം ഒത്തുപൊറാട്ടയുടെ മേലുള്ള അധ്വാനമാണ്. 2 പേര് നിന്ന് താളം പിടിക്കും. അത് കഴിഞ്ഞാൽ അതിങ്ങനെ വെന്ത് വരും. ഈ കട്ടി കൂടിയ കല്ലിൽ വേവുന്ന മുർത്തവയിലേക്ക് നല്ല അണ്ടിപ്പരിപ്പും കടുകും നെയ്യും കോഴിമുട്ടയും ചേർക്കും. വീണ്ടും 2 പേര് മാറി മാറി നിന്ന് കൊത്തിയിളക്കും. അതായത് പിന്നെ ഇവിടുത്തെ കാറ്റിന് ഒറ്റ മണമേ ഉള്ളൂ, നല്ല മുർത്തവയുടെ മണം. അത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഇടവായി മാത്രമേ ഉള്ളൂ. ഇവിടെ ചിലവാകുന്ന കണക്ക് വേറെ എവിടെയും ചിലവാകത്തുമില്ല. 1970 മുതൽ ഇവിടെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തെ ചായയും ഇവിടുത്തെ ഈ മുർത്തവായും. ഇത് ഇവിടെ ഇടവായിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ഇല്ല. മുസ്ലിങ്ങൾ ഒരുപാട് അമേരിക്കയിൽ നിന്നൊക്കെ ഇത് കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വെക്കേഷൻ. ഇവിടെ ഒരുപാട് ആൾക്കാർ അമേരിക്കയിൽ താമസമുണ്ട്, ഫാമിലി. ഈ ഉത്സവം ആകുമ്പം ഈ 10 ദിവസത്തേക്ക് അവർ ഉത്സവം കാണാൻ ഇവിടെ വരും. ഗൾഫിൽ പോയവരായാലും അമേരിക്കയിൽ പോയവരായാലും ആരായാലും ഇടവക്കാർ ഈ ദിവസങ്ങളിൽ എന്തായാലും ഉത്സവത്തിന് നാട്ടിലെത്തും. ഈ 10 ദിവസം ജാതിഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒറ്റ വികാരമേ ഉള്ളൂ, അത് ഇവിടുത്തെ ഉത്സവമാണ്. അതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും. പിന്നെ ഈ മുർത്തവയാണ് നമ്പർ 1. നമ്മൾ പൊറോട്ടയുടെ ബാൾ എടുത്തിട്ട് ഇതിലേക്ക് പരത്തിയിട്ട് ഉള്ളി, മുട്ടക്കോസ്, ക്യാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, മല്ലിയില, ചിക്കൻ ഫ്രൈ, കുരുമുളക് പൊടി, മസാലപ്പൊടി, ചിക്കൻ പൗഡർ, ഡാൽഡ, മിൽമ നെയ്യ്, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് എല്ലാം മിക്സ് ചെയ്ത് കഴിക്കും. എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. തൽക്കാലം പോകുന്നു. ബൈ.